വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ടെറി നെയിൽസ് എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും കാണുന്നത് കിഡ്നി ഹാർട്ട് അസുഖമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമാണ്. ചില ആളുകളിൽ കാണാൻ പറ്റും നമ്മുടെ നഖത്തിന് ഇങ്ങനെ നീളത്തിലുള്ള റിഡ്ജസ്, കളർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, നഖത്തിൻ്റെ അതേ കളറിലുള്ള റിഡ്ജസ് കാണാൻ പറ്റും. അതൊരു 40-45 ഇയേഴ്സിന് മേലെയുള്ളവർക്കായിരിക്കും പ്രധാനമായിട്ടും കാണാം. നമസ്കാരം. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിസ്റ്റർ ക്രിസ് MSJ, സെയിൻറ്റ് ജോസഫ് ഹോമിയോ ക്ലിനിക്, കുരുമാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നഖങ്ങളിൽ യെല്ലോയിഷ്, ബ്ലാക്കിഷ്, വൈറ്റിഷ് അങ്ങനെ കളർ ചേഞ്ചസ്, ചെറിയ സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കളറുകൾ വെച്ച് എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അസുഖമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നഖത്തിൽ ഒരു കറുത്ത വര ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി, നമ്മുടെ ഈ നഖത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ചെറിയൊരു ഇഞ്ചുറി വന്നാൽ അവിടെ രക്തം കട്ട പിടിച്ച് അവിടെ ക്ലോട്ട് ആവും. അതൊരു കാരണമാകാം. എന്തെങ്കിലും മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആകാം, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസർ വളരെ റയറായിട്ട് മാത്രമാണ് ഇത് കാണപ്പെടുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ്, സിങ്കിൻ്റെ അളവൊക്കെ കുറവാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ചില ആളുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ നഖങ്ങളിൽ വെള്ള കളറായിരിക്കും, ഫുൾ വെള്ള കളറായിരിക്കും. അതവർക്ക് കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇതുപോലെ വേറെ കളറുകളുണ്ട്. നമ്മുടെ നഖത്തിൽ ബ്ലൂ ഓർ പർപ്പിൾ കളർ വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ നഖത്തിൽ മഞ്ഞ കളർന്ന് കറുപ്പ് കളറ്, നഖങ്ങളൊക്കെ കട്ടി പിടിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ കാണാം. ഇത് പ്രധാനമായിട്ടും കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളവരിലാണ്. പ്രധാനമായിട്ട് ഇത് കാലുകളിലെ നഖത്തിലാണ് കാണുക. പ്രത്യേകമായിട്ട് കൃഷിക്കാരിൽ, എപ്പോഴും പാടത്തും മണ്ണിലുമൊക്കെ ജോലി ചെയ്യുന്നവർ, അവരുടെ കാലിൽ എപ്പോഴും ഈർപ്പം തട്ടിയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇവർക്കാണ് പ്രധാനമായിട്ടും ഇത് കാണപ്പെടുക. വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ടെറി നെയിൽസ് എന്ന് പറയും. നമ്മുടെ നഖത്തിൻ്റെ ഏറ്റവും അറ്റത്ത് പിങ്ക് നിറത്തിലുള്ള റിഡ്ജസ് കാണാം. ഇത് പ്രധാനമായിട്ടും കാണുന്നത് കിഡ്നി ഹാർട്ട് അസുഖമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമാണ്. നമ്മുടെ നഖം സ്പൂൺ ഷേപ്പ് പോലെ കുഴിഞ്ഞിരിക്കുന്നത് കാണാം ചിലവർക്ക്. അതിന് പറയുന്ന പേര് കൊയിലോനൈക്യു എന്നാണ്. അയേൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്കാണ് ഇത് പ്രധാനമായിട്ടും കാണാം. അത് നമ്മുടെ ശരീരത്തിൽ അയേണിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ നഖം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് കാണാം. അത് പ്രധാനമായിട്ടും കാണുന്നത് ശ്വാസകോശത്തിന് അസുഖമുള്ളവർക്കാണ്. അമിതമായിട്ട് പുകവലിക്കുന്നവർക്ക് കാണാം. ലിവർ, ഹാർട്ട് അസുഖമുള്ളവർക്കും ഇത് കാണപ്പെടുന്നതാണ്. ചില ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റും ഈ നഖത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ആഴത്തിലുള്ള കുഴികൾ, ഒരു സൂചിയുടെ മുട്ടിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ കുഴികൾ കാണാം. ഇത് പ്രധാനമായിട്ടും കാണുന്നത് സോറിയാസിസ്, എക്സിമ പോലെയുള്ള സ്കിൻ ഡിസീസസ് ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും കാണുന്നത്. ചില ആളുകളിൽ കാണാൻ പറ്റും നമ്മുടെ നഖത്തിന് ഇങ്ങനെ നീളത്തിലുള്ള റിഡ്ജസ്, കളർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, നഖത്തിൻ്റെ അതേ കളറിലുള്ള റിഡ്ജസ് കാണാൻ പറ്റും. അതൊരു 40-45 ഇയേഴ്സിന് മേലെയുള്ളവർക്കായിരിക്കും പ്രധാനമായിട്ടും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ B12, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ നഖം വളരെയധികം സോഫ്റ്റായിട്ട് വരിക, പെട്ടെന്ന് പൊട്ടിപ്പോവുക, അത് നമുക്ക് ചിലവരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെന്നുള്ളതാണ്. തൈറോയ്ഡ് അസുഖമുള്ളവർക്കും ഇതുപോലെ ബ്രിട്ടിൽ നെയിൽസ് കാണുന്നതാണ്. വേറെ റെയറായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ബ്യൂസ് നെയിൽസ്. നഖത്തിൻ്റെ നടുഭാഗം മാത്രം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും. ഇത് പ്രധാനമായിട്ടും കാണുന്നത് സിങ്ക് ഡെഫിഷ്യൻസി ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമാണ്. അവസാനമായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് കുഴിനഖം. അതിലെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. നഖത്തിന് ചുറ്റും സ്വെല്ലിങ്, അല്ലെങ്കിൽ പഴുപ്പ് വരിക, നഖത്തിന് അസഹനീയമായ വേദന ഉണ്ടാവുക, മഞ്ഞ കളർ വരിക എന്നൊക്കെയാണ്. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങൾ ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്.
ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ നഖങ്ങളിൽ നിന്ന് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക.